ഒരു കാലത്ത് കേരളത്തിന്റെ ഐസ്ക്രീം വിപണിയിൽ ഒരു വലിയ ശക്തിയായിരുന്നു മെറിബോയ്. പിന്നീട് രണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളായി പിരിഞ്ഞത് പലർക്കും ഒരു ഞെട്ടലായിരുന്നു. 1990-ൽ കസിൻസ് ഗ്രൂപ്പ് എന്ന പേരിൽ 5 കുടുംബാംഗങ്ങൾ ചേർന്നാണ് ഈ ബ്രാൻഡിന് തുടക്കം കുറിക്കുന്നത്. 1995-ലെ കേരളത്തിലെ മൊത്തവ്യാപാര വിപണിയിൽ ഇവർ സജീവമായിരുന്നു. ഗുണമേന്മയിലും പുതുമയിലും ഊന്നൽ നൽകിയ മെറിബോയ് അധികം വൈകാതെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. പിന്നീട് കുടുംബങ്ങളിലെ വിള്ളലുകൾ ഈ ബ്രാൻഡിനെ രണ്ടായി വിഭജിച്ചു. പ്രാദേശിക കർഷകരിൽ നിന്നും ലഭിച്ച ശുദ്ധമായ പാലുപയോഗിച്ചായിരുന്നു മെറിബോയുടെ നിർമ്മാണം. തുടർന്ന് പാൽ കർശനമായ ക്വാളിറ്റി ടെസ്റ്റ്, ഹോമോജീനിസേഷൻ, പാസ്ചറൈസേഷൻ എന്ന പ്രക്രിയകളിലൂടെ കടന്നുപോകുന്നു. മെറിബോയുടെ എറണാകുളത്തെ ഫാക്ടറിക്ക് ബ്യൂറോ ഓഫ് വെറിറ്റാസിൽ നിന്നും ISO 22000-2005 സർട്ടിഫിക്കറ്റ് ലഭിച്ചു. മെറിബോയ് അധികം വൈകാതെ തന്നെ കേരളത്തിലെ ഐസ്ക്രീം വിപണിയിൽ ഒരു വലിയ ശക്തിയായി മാറി. 2006-ൽ കോഴിക്കോടും 2010-ൽ തിരുവനന്തപുരത്തും 2012-ൽ കണ്ണൂരിലും പുതിയ ഫാക്ടറികൾ ആരംഭിച്ചു. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലും കർണാടകയുടെ പ്രധാന ഭാഗങ്ങളിലും മെറിബോയ് സാന്നിധ്യമുറപ്പിച്ചു. എറണാകുളത്തെ ലുലു ഒബ്രോമാൾ തുടങ്ങി വീഗാലാൻഡിലും കോട്ടയത്തെ ബേക്കൽ ജംഗ്ഷനിലും കോഴിക്കോട്ടെ RP മാളിലും ഇവർക്ക് സ്വന്തമായി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. റിയൽ ഐസ്ക്രീം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു മെറിബോയുടെ മാർക്കറ്റിംഗ് തന്ത്രം. 2013-ൽ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ ബ്രാൻഡിന്റെ അംബാസിഡറായി എത്തിയത് ബ്രാൻഡിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. കാലങ്ങൾ കഴിയെ കസിൻസ് ഗ്രൂപ്പിന്റെ കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. തർക്കങ്ങൾ രൂക്ഷമാകുകയും 2022-ൽ മെറിബോയുടെ നിർമ്മാണം നിർത്തുകയും ചെയ്തു. പിന്നീട് കസിൻസ് ഗ്രൂപ്പിലെ ജോസഫ് മെർസിലി ഒരു പുതിയ ബ്രാൻഡുമായി മുന്നോട്ട് വരുന്നു. മെർസിലീസ് എന്നായിരുന്നു ആ ബ്രാൻഡിന്റെ പേര്. മലയാള സിനിമയിലെ യുവതാരമായ ദുൽഖർ സൽമാനെ ബ്രാൻഡിന്റെ അംബാസിഡറായി പ്രഖ്യാപിച്ചു. തുടർന്ന് കസിൻസ് ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ ചേർന്ന് മേരി ക്രീം എന്നൊരു ബ്രാൻഡ് ആരംഭിച്ചു. മലയാള സിനിമയിലെ യുവതാരങ്ങളായ ഫഹദ് ഫാസിലും നസ്രിയയുമായിരുന്നു ബ്രാൻഡിന്റെ അംബാസിഡർ. എന്നാൽ മേരി ക്രീം എന്ന ബ്രാൻഡിന് ഒരു നിയമ വെല്ലുവിളി നേരിടേണ്ടി വന്നു. മേരി ക്രീം എന്ന പേര് മെറിബോയോട് സാമ്യമുള്ളതാണെന്നും ഇത് ഉപയോക്താക്കൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പിന്നീട് മേരി ക്രീം ക്യാമറി എന്ന പേരിൽ വിപണിയിലെത്തി.